ലേറ്റ് നൈറ്റ് ആയിട്ട് ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും നിങ്ങൾക്ക് ബാക്ക് പെയിൻ, അതുപോലെ തന്നെ നിങ്ങളുടെ പോസ്റ്റർ കറക്റ്റ് ആവാതിരിക്കുക. ആൻഡ് നിങ്ങൾ ലേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് നല്ല സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ടയർഡായിട്ട് ഫീൽ ചെയ്യുക, എന്നിട്ട് നടുവേദന വരിക, അതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു പിടുത്തം നമ്മുടെ ദേഹത്തിനുണ്ടാവുക. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ എത്ര സ്ട്രെസ് ചെയ്ത് വർക്ക് ചെയ്താലും, ഇപ്പം നിങ്ങൾ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ലേബറാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും, എങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ഉറക്കം, നിങ്ങൾ ഉറങ്ങുന്ന രീതി ശരിയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നിങ്ങളുടെ ബോഡി റിക്കവർ ആവുകയും നിങ്ങളുടെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്ത്യയിലെ തന്നെ വളരെ ലീഡിംഗ് ആയിട്ടുള്ള 2 മാട്രസ് കമ്പനികളുടെ മാട്രസ് എടുത്തിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോവാണ്. അതായത് വേക്ക്ഫിറ്റിൻ്റെ എർഗോടെക് എക്കോ ലാറ്റക്സ് ക്ലാസിക് മാട്രസും ഫ്ലോ ആൻറ്റി ഗ്രാവിറ്റി ലാറ്റക്സ് മാട്രസുമാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു കമ്പാരിസണിൽ വളരെ ഫെയർ ആയിട്ടായിരിക്കും ഞാൻ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കമ്പാരിസൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഇതിൽ ഏത് മാട്രസാണ് നമുക്ക് ഏറ്റവും നല്ല ഉറക്കത്തിൻ്റെ ക്വാളിറ്റി തരുന്നത്, ഏറ്റവും നല്ല കംഫർട്ട് തരുന്നത്, ഏറ്റവും നല്ല ബാക്ക് സപ്പോർട്ട് തരുന്നത്, അതുപോലെ തന്നെ ഏറ്റവും നല്ല വാല്യൂ ഫോർ മണി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതും ഏതാണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം, പക്ഷേ സ്കിപ്പ് ചെയ്ത് പോകരുത്. നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഒന്നുകൂടി ആഡ് ഓൺ ചെയ്ത് പറയുക, ട്രസ്റ്റ് മീ, വീഡിയോയുടെ അവസാനം വരപ്പോൾ നിങ്ങൾക്ക് ആ റിസൾട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവും. ആദ്യം നമുക്ക് വേക്ക്ഫിറ്റിൻ്റെ എർഗോടെക് എക്കോ ലാറ്റക്സ് ക്ലാസിക് മാട്രസിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നോക്കാം. 8,219 രൂപയ്ക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഫ്ലോ ആൻറ്റി ഗ്രാവിറ്റി ലാറ്റക്സ് മാട്രസ് നോക്കിക്കഴിഞ്ഞാൽ അത് 6,272 രൂപയ്ക്കാണ് സെല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഫ്ലോ ആണ് കുറച്ച് ചീപ്പറായിട്ടുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിലാണ് ട്വിസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. ഇതിനെ ഞാൻ 2-3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പാർട്ട് 1, ബിൽഡ് മെറ്റീരിയൽ, വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു മാട്രസിൻ്റെ ക്വാളിറ്റി ആൻഡ് പെർഫോമൻസ് അതിൻ്റെ അകത്തുള്ള മെറ്റീരിയലാണ്. ഒബ്വിയസ്ലി നമുക്ക് വേക്ക്ഫിറ്റിൻ്റെ എർഗോടെക് എക്കോ ലാറ്റക്സ് ക്ലാസിക് മാട്രസിൻ്റെ ബിൽഡ് മെറ്റീരിയൽസ് നോക്കാം. ടോപ്പ് ലെയർ എന്ന് പറയുന്നത് ഒരു 100% നാച്ചുറൽ ലാറ്റക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ബ്ലെൻഡോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. യൂഷ്വലി പലരും ബ്ലെൻഡുകൾ കൊണ്ടുവരാറുണ്ട്, നാച്ചുറൽ ലാറ്റക്സിൻ്റെ കൂടെ വേറെ പല കാര്യങ്ങളും ബ്ലെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ വേക്ക്ഫിറ്റ് 100% നാച്ചുറൽ ലാറ്റക്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. 100% നാച്ചുറൽ ആയിട്ടുള്ള ലാറ്റക്സ് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു മാട്രസിൽ നമുക്ക് കിട്ടുന്ന ഗുണം, ഒന്നാമത്തത് ഇതിനകത്തുള്ള 7 എർഗണോമിക് സോണുകൾ. ഈ 7 എർഗണോമിക് സോണുകൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് നമ്മുടെ ബോഡിയുടെ ടോപ്പ് ടു ബോട്ടം തരും. അതുമാത്രമല്ല നമുക്ക് സ്ലീപ്പ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഹീറ്റ് ട്രാപ്പായി നമ്മുടെ ബോഡിയുടെ പലയിടത്തായിട്ട് കിടക്കുന്നത്. പക്ഷേ നമ്മുടെ ഫസ്റ്റ് ലെയർ 100% ലാറ്റക്സ് ആയതുകൊണ്ട് തന്നെ ഹീറ്റ് എന്ന് ട്രാപ്പ് ആവാതെ നിങ്ങളുടെ ബോഡി ഈവൻ ആയിട്ട് റെഗുലേറ്റ് ചെയ്തു. നാച്ചുറൽ ലാറ്റക്സിൻ്റെ ലെയർ കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ലെയറാണ് ഒരു റെസ്പോൺസീവ് സപ്പോർട്ട് ഫോം. ഇതിൻ്റെ അകത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മോഷൻ ട്രാൻസ്ഫർ റെഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ 2 പേര് ഒരു മാട്രസിൽ കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ എണീറ്റ് പോയാലോ ഒരാൾ കിടന്നിങ്ങനെ കറങ്ങിയാലോ ഒക്കെ അടുത്ത് കിടക്കുന്ന ആൾക്കത് അറിയാൻ പറ്റുകയും അവരുടെ സ്ലീപ്പിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അത് കുറയ്ക്കാനാണ് ഈ ഒരു റെസ്പോൺസീവ് സപ്പോർട്ട് ഫോം ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ അടുത്ത് കിടക്കുന്ന ആൾ എങ്ങനെയൊക്കെ കിടന്ന് ബഹളം വെച്ചാലും നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. മോഷൻ ട്രാൻസ്ഫറായി നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മുടെ ഉറക്കം ഇൻറ്ററപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അർത്ഥം. നമ്മുടെ മൂന്നാമത്തെ ലെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസ് ലെയർ ആണ്. അതൊരു ഹൈ ഡെൻസിറ്റി ബേസ് ഫോം ആണ്. ഈ ഹൈ ഡെൻസിറ്റി ബേസ് ഫോം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തിക്നെസ് ഏകദേശം 1 ഇഞ്ച് മുതൽ 6 ഇഞ്ച് വരെ കാണും. അത് നമ്മൾ ചൂസ് ചെയ്യുന്ന മാട്രസിൻ്റെ തിക്നെസ്സിനനുസരിച്ച് ഇത് കൂടെയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഈ ഒരു ലെയർ ഭയങ്കര വലിയ സപ്പോർട്ടും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയും നമുക്ക് തരും. അതുമാത്രമല്ല നമ്മുടെ മാട്രസിൻ്റെ ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് ഈ ഹൈ ഡെൻസിറ്റി ബേസ് ഫോം. പിന്നെ നമ്മുടെ മാട്രസിൻ്റെ ഫേംനെസ്സിനും ഈ ഒരു ബേസ് ഫോം ഹെൽപ്പ് ചെയ്യും. കാരണം യൂഷ്വലി ഒരുപാട് നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുന്ന സമയത്ത് സാഗിങ് ഉണ്ടാവാൻ പല മാട്രസിനും ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മുടെ വേക്ക്ഫിറ്റിൻ്റെ മാട്രസിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈ ഡെൻസിറ്റി ബേസ് ഫോം ഉപയോഗിക്കുന്നത്. ഈ ലെയേഴ്സിനൊക്കെ പുറമെ ഒരു എയറോടെക്സ് പ്ലസ് കവർ ഉണ്ട്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈപ്പോ അലർജനിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. സോ ഇതെന്താ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ അലർജീസ് കാര്യങ്ങളൊന്നും പൊടിയൊക്കെ തങ്ങി നിന്ന് ആർക്കും അലർജി ഉണ്ടാവാതെയും അതുപോലെ തന്നെ ഇതിനെ റിമൂവ് ചെയ്ത് നമുക്ക് മെഷീനിലിട്ട് വാഷ് ചെയ്യാനും പറ്റും. ഒരുപാട് നാൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെഡ് സ്കിന്നുകൾ അവിടെ ഇവിടെയൊക്കെ ട്രാപ്പായി കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റിമൂവ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. വേക്ക്ഫിറ്റിൻ്റെ എർഗോടെക് എക്കോ ലാറ്റക്സ് ക്ലാസിക് മാട്രസ് ഫേംനെസ് റേറ്റ് ചെയ്തിട്ടുള്ളത് ഔട്ട് ഓഫ് 10 6-നും 8-നും ഇടയ്ക്കാണ്. സോ അതൊരു ഭയങ്കര സ്വീറ്റ് സ്പോട്ടായിട്ടാണ് എല്ലാവരും കരുതുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട
സപ്പോർട്ടും കിട്ടും. അതായത് അത്യാവശ്യം വേണ്ട ഫേംനെസ്സും ഉണ്ട്, എന്നാൽ അത് ഭയങ്കര ഹാർഡും അല്ല. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ് സ്പോട്ടാണ്. ഇതാണ് ആക്ച്വലി ഒരു മാട്രസിന് ഏറ്റവും വേണ്ടത്. കാരണം ഒരു മാട്രസിൽ നമ്മൾ വന്ന് കിടക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സുഖം ഫീൽ ചെയ്യണം. ഇൻ അഡീഷൻ ടു ദാറ്റ്, വെയ്ക്ക്ഫിറ്റിന് 9 out of 10 എക്സലൻറ്റ് മെറ്റീരിയൽ ക്വാളിറ്റി ഈ ഒരു റേഞ്ചിലെ മാട്രസുകൾ വെച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് മെറ്റീരിയൽ ക്വാളിറ്റി വൈസ് വെയ്ക്ക്ഫിറ്റ് ടോപ്പ് നോച്ച്. പിന്നെ നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടുള്ള കസ്റ്റം സൈസസും അവരുണ്ടാക്കി തരും. ഇപ്പോൾ വെയ്ക്ക്ഫിറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തന്നെ പണിതൊരു ബെഡാന്ന് വെച്ചോ, അപ്പോൾ അതിന് ഒരു കസ്റ്റം സൈസാണ് വേണ്ടത്. ആ സൈസിൽ നിങ്ങൾക്ക് കസ്റ്റമായിട്ടും ഉണ്ടാക്കി തരും, വിച്ച് ഈസ് വെരി ഗുഡ്. നിങ്ങളുടെ വീട് മൊത്തത്തിൽ കസ്റ്റമൈസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഒപ്റ്റിമൈസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതിൽ ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് വെരി ഗുഡ്. അടുത്ത് നമുക്ക് ഫ്ലോയുടെ ആൻറ്റി ഗ്രാവിറ്റി മാട്രസ് നോക്കാം. നമ്മുടെ ഫ്ലോ മാട്രസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 4 ലെയേഴ്സാണ് വരുന്നത്. ഒന്നാമത്തത് ഒരു ടോപ്പ് ലെയർ. ഈ ടോപ്പ് ലെയർ എന്ന് പറഞ്ഞാൽ 100% നാച്ചുറൽ പിങ്ക് ഓർ ലാറ്റക്സ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഓർഗാനിക് ആണ്, ആൻറ്റി അലർജിക് ആണ്, ഡസ്റ്റ് ആൻഡ് മൈറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ലാറ്റക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് മിഡിൽ ലെയർ. ഈ മിഡിൽ ലെയർ ആണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ട്രാൻസിഷൻ ഫോം ലെയർ ആണ്. ഈ ട്രാൻസിഷൻ ഫോം ലെയർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്പൈനൽ അലൈൻമെന്റ് പ്രോപ്പർ ആയിട്ട് തന്ന്, നമുക്ക് അതായത് നടുവിന് വലിയ സ്ട്രെയിൻ കൊടുക്കാതെ പ്രോപ്പർ ആയിട്ടുള്ള അലൈൻമെന്റ് തന്ന് നമ്മളെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങാൻ സഹായിക്കും. ഇനി അടുത്ത് ബോട്ടം ലെയർ. ബോട്ടം ലെയർ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോയുടെ ഒരു റെസ്പോൺസീവ് ഫോം ആണ് അവിടെ വരുന്നത്. ഈ ഫ്ലോ റെസ്പോൺസീവ് ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിന് വളരെ ഓർത്തോപീഡിക് ആയിട്ടുള്ള സപ്പോർട്ട് തരലാണ് ഈ ഒരു ലെയറിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഫോമിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് വലിയ നടുവേദന അല്ലെങ്കിൽ നമുക്ക് ദേഹത്തിന്റെ വേറെ പല സ്ഥലങ്ങളിലായിട്ട് വേദനയോ സ്ട്രെയിനോ ഒന്നും ഫീൽ ചെയ്യില്ല. പിന്നെ ഇനി കുറച്ച് ലെയേഴ്സ് ഉണ്ട്. ഒന്നാമത്തത് ചാർക്കോൾ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഇന്റലിജൻസ് സിപ്പ് കവർ, ബ്രീത്തബിൾ ആക്കി. അതുപോലെ തന്നെ ഈ ചാർക്കോൾ ഇൻഫ്യൂസ്ഡ് ഇന്റലിജൻസ് സിപ്പർ കവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്കിൻ റാഷസ് ഒന്നും വരാതെ സ്കിൻ ടോക്സിൻ ഫ്രീ ആയിട്ട് അത് കീപ്പ് ചെയ്തോളും. രണ്ടാമത് ഒരു 100% കോട്ടൺ ഇന്നർ കവർ വരുന്നുണ്ട്. ഈ കവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാട്രസിനെ കംപ്ലീറ്റ്ലി ബ്രീത്തബിൾ ആയിട്ടും അതുപോലെ തന്നെ ഈ ലെയേഴ്സിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്ത് വെക്കും. കാരണം ഈ മാട്രസിന്റെ ഏറ്റവും ടോപ്പിലുള്ള ലെയർ ആണ് ഇതിന്റെ അകത്തുള്ള ബാക്കിയുള്ള ലെയേഴ്സിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന സാധനം. അപ്പോൾ ഇത്രയാണ് ഫ്ലോ മാട്രസിൽ വരുന്ന ലെയേഴ്സ്. ഫ്ലോ മാട്രസ് 100% നാച്ചുറൽ ലാറ്റക്സ് വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഫ്ലോ മാട്രസിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഔട്ടർ കവർ നമുക്ക് റിമൂവബിൾ ആണ്. റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാഷ് ചെയ്യാം, അല്ലെങ്കിൽ ചുമ്മാ കൊണ്ടുപോയി വെയിലത്തൊക്കെ വേണമെങ്കിൽ ഇടാൻ താല്പര്യമുള്ളവർക്ക്. അപ്പോൾ അത് ഭയങ്കര ഹാൻഡി ആയിട്ട് തോന്നി. വെയ്ക്ക്ഫിറ്റിനെ പോലെ തന്നെ ഫ്ലോ മാട്രസും കസ്റ്റം ആയിട്ടുള്ള ഡൈമെൻഷൻസ് നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഡൈമെൻഷൻസ് കൊടുത്ത് നിങ്ങൾക്ക് ആ രീതിക്ക് നിങ്ങളുടെ മാട്രസ് ബിൽഡ് ചെയ്തെടുക്കാനും സാധിക്കും. റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഔട്ട് ഓഫ് 10 7.5. കംഫർട്ടബിൾ ആണ്. പക്ഷേ എന്താണ്, നമുക്ക് ബാക്ക് സപ്പോർട്ട് ഭയങ്കരമായിട്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു സപ്പോർട്ട് കിട്ടില്ല. ഭയങ്കര ഫ്ലഫി ആയിട്ട് നിൽക്കും. അടുത്ത സെക്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ്, ഫേംനെസ്, സപ്പോർട്ട്, കംഫർട്ട്. ഈ 3 കാര്യങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് വെയ്ക്ക്ഫിറ്റ് വെച്ച് തന്നെ തുടങ്ങാം. ഒരാഴ്ചത്തെ അല്ലെങ്കിൽ 1.5 ആഴ്ചത്തെ ഉപയോഗത്തിന് ശേഷം നമുക്ക് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു മാട്രസ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫ്ലോയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അതൊരു സോഫ്റ്റ് സൈഡിൽ വരുന്നതാണ്. ഒരു പ്ലഷി ഫീലാണ്. നമുക്കിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ സോഫ്റ്റി ഫീലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക് സപ്പോർട്ട്, നിങ്ങളുടെ ബോഡി മൊത്തത്തിൽ സപ്പോർട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നോട്ട് എ ഗുഡ് ഓപ്ഷൻ. ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ വെയ്ക്ക്ഫിറ്റിന് 9 out of 10 ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. ആൻഡ് ഫ്ലോയിന് ഒരു 8 out of 10 ഞാൻ കൊടുക്കുന്നു. ഇതിൻ്റെ പേഴ്സണൽ ടേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്നെപ്പോലെ കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇരുന്ന് നിങ്ങൾ ഇപ്പോൾ ഒരു എർഗണോമിക് ചെയർ ഒന്നും ഉപയോഗിക്കാതെ കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇരുന്ന് ലോങ് അവേഴ്സ് ഡെസ്ക് വർക്ക് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വെയ്ക്ക്ഫിറ്റ് ആയിരിക്കും ബെസ്റ്റ്. ബിക്കോസ് അതിനകത്ത് നമുക്ക് ആ ഒരു സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡി സപ്പോർട്ട് കിട്ടുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സെക്ഷൻ കൂളിങ്ങും ബ്രീത്തബിലിറ്റിയും. ഒരു മാട്രസിനെ, വൃത്തികെട്ട മാട്രസും നിങ്ങൾക്ക് കോടിക്കണക്കിന് അസുഖങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഒരു ഭാഗമാണ് ബ്രീത്തബിലിറ്റി. കാരണം നിങ്ങളുടെ മാട്രസ് ബ്രീത്തബിൾ അല്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ പോയിന്റ് ഓഫ് ഹാവിങ് എ ഗുഡ് മാട്രസ്. നമ്മുടെ 2 മാട്രസും ലാറ്റക്സ് ആണ് ഉപയോഗിക്കുന്നത്. ടെക്നിക്കലി രണ്ടും വളരെ കൂളറായിരിക്കും മെമ്മറി ഫോം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ബട്ട് വെയ്ക്ക്ഫിറ്റ് നോക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള എയറോടെക്സ് പ്ലസ് കവർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് എയർ സർക്കുലേഷന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ഉറക്കത്തിനിടയിൽ AC ഓഫായി കഴിഞ്ഞാലും നിങ്ങൾ ആ ദേഹത്തുനിന്ന് വേർപ്പിറങ്ങി നിങ്ങൾ എന്ത് ചെയ്യില്ല,
എണീറ്റ് ഇരിക്കലോ അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടലോ അല്ലെങ്കിൽ ഉറക്കം നേരെ ആവത്തോ ഒന്നുമില്ല. അപ്പോൾ ടെക്നിക്കലി കുറച്ചുകൂടി എന്താണ് സ്റ്റെബിലിറ്റി ഉണ്ട്. ഫ്ലോയിൽ കൂളിംഗ് ആൻഡ് ബ്രീത്തബിലിറ്റിയുടെ കാര്യത്തിൽ അവരുടെ ആ ചാർക്കോൾ ലെയർ ഭയങ്കരമായിട്ട് നമ്മുടെ സ്മെല്ല്, അതായത് നമ്മുടെ വേർപ്പിൻ്റെ ഒക്കെ സ്മെല്ല് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് വാമറായിട്ടുള്ള ഒരു ഫീൽ കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യും. കൂളിംഗ് ആൻഡ് ബ്രീത്തബിലിറ്റിയിൽ ഞാൻ വേക്ക്ഫിറ്റിന് 9/10 കൊടുക്കും. കാരണം എക്സലൻറ്റ് സാധനമാണ്. ബ്രീത്തബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. ഫ്ലോ അങ്ങനെ താഴോട്ടൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ഒരു 7.5 ആണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. 7.5 കൊടുക്കാൻ കാരണം അവരുടെ ആ ഒരു ചാർക്കോൾ ലെയർ ടെക്നിക്കലി മണം മാറ്റുക എന്നുള്ളതാണ് അവർ മെയിനായിട്ട് ചെയ്യുന്നത്. സോ ബ്രീത്തബിലിറ്റി ഭയങ്കരമായിട്ട് വരുന്നില്ല. അടുത്ത സെക്ഷൻ മോഷൻ ട്രാൻസ്ഫറും സ്റ്റെബിലിറ്റിയും. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ചതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് അനക്കി നോക്കുന്ന സമയത്ത് ആ വെള്ളം അനങ്ങുന്നുണ്ടോ, വെള്ളം കമന്ന് വീഴുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. വേക്ക്ഫിറ്റിലാണെങ്കിൽ ആ ഗ്ലാസ് വലുതായിട്ട് അനങ്ങിയിട്ടേ ഇല്ല. എന്നാൽ നമ്മുടെ ഫ്ലോ മാട്രസ് നോക്കുന്ന സമയത്ത് കുറച്ച് ഒരു ആട്ടം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ 8.5/10 ഫോർ വേക്ക്ഫിറ്റ്, ഫ്ലോയ്ക്ക് ഒരു 7/10. അടുത്തത്, നമ്മൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, വാറണ്ടി ആൻഡ് ഡ്യൂറബിലിറ്റി റിവ്യൂസ്. ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ വേക്ക്ഫിറ്റിനാണ് കുറച്ചുകൂടി സോളിഡ് ആയിട്ടുള്ള ഒരു റിട്ടൻഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻ്റർനെറ്റിൽ മൊത്തത്തിൽ. സോ 15 വർഷത്തെ വാറണ്ടി വേക്ക്ഫിറ്റ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ 100 ദിവസത്തെ ട്രയൽ പീരീഡ്. ഈ 100 ദിവസത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നോ ക്വസ്റ്റ്യൻ ആസ്ക് റീഫണ്ടാണ്. നിങ്ങൾ കൊണ്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. ഫ്ലോ നോക്കുന്ന സമയത്ത് ഫ്ലോയ്ക്ക് 10 വർഷത്തെ വാറണ്ടിയാണ്. വേക്ക്ഫിറ്റിന് 100+ എക്സ്പീരിയൻസ് സെൻറ്റേഴ്സ് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. ഓൾ അക്രോസ് 60+ സിറ്റീസ്. ദാറ്റ് മീൻസ് നമ്മുടെ കേരളത്തിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ വേക്ക്ഫിറ്റിൻ്റെ ഒരു ഷോറൂം ഉണ്ടെങ്കിൽ ആ ഷോറൂമിൽ പോയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒന്ന് തൊട്ട് നോക്കാനും ഫീൽ ചെയ്ത് നോക്കാനും കിടന്ന് നോക്കാനൊക്കെ പറ്റും, വിച്ച് ഈസ് വെരി ഗുഡ്. ഫ്ലോ മാട്രസിന് ഇന്ത്യയിൽ ഒരിടത്തും തന്നെ ഫിസിക്കൽ സ്റ്റോറുകളൊന്നുമില്ല. ആകെ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിലാണ് അവരുടെ പ്രസൻസ് ഉള്ളത്. നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം, ഓൺലൈനിൽ നിന്ന് മേടിക്കാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു അഷ്യൂറിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവരൊരു 100 നൈറ്റ് ട്രയൽ തരുന്നുണ്ട്. അതായത് 100 ദിവസത്തേക്ക് നിങ്ങൾക്ക് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കാം എന്നുള്ളൊരു സാധനം വരുന്നുണ്ട്. സോ ടെക്നിക്കലി നിങ്ങൾക്ക് മാട്രസ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഈ 100 ദിവസത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ മാട്രസ് ഇഷ്ടപ്പെട്ടില്ല, കൊള്ളൂല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനും പറ്റും. റിവ്യൂസിൻ്റെ കാര്യം കൂടി എനിക്ക് പറയണമല്ലോ. അപ്പോൾ വേക്ക്ഫിറ്റിൻ്റെ വെബ്സൈറ്റിൽ ഈ ഒരു സ്പെസിഫിക് മാട്രസിന് മാത്രമായിട്ട് 16,000-ലധികം പോസിറ്റീവ് റിവ്യൂസ് ഉണ്ട്. ആ റിവ്യൂസ് എല്ലാം ആവറേജ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 4.4 റേറ്റിങ്ങിലൊക്കെയാണ്. ദാറ്റ് മീൻസ് ആളുകൾ പൊതുവെ ഇട്ടിട്ടുള്ളത് 4.5, 4.4 ഒക്കെയാണ്. വേക്ക്ഫിറ്റിൻ്റെ മൊത്തത്തിൽ നമ്മൾ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം വെച്ചാൽ ഭയങ്കര ഒരു യൂണിഫോമിറ്റി ഉണ്ട്. ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് എടുത്തു കഴിഞ്ഞാലും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാലും ഗൂഗിൾ എടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരേ പ്രോഡക്റ്റ് റിവ്യൂസ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിലൊക്കെ നമുക്ക് നമ്പേഴ്സ് കുറച്ച് കുറവാണ് കാണാൻ പറ്റുന്നത്. ഒരു 1300-ലധികം റിവ്യൂസ് ഉണ്ട്. എല്ലാം ഒരു 4.5 റേറ്റിങ്ങിലാണ്. പിന്നെ മാർക്കറ്റ് പ്ലേസ്, ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 350-400-ലധികം 4.4 ആവറേജ് ചെയ്തിട്ടുള്ള റിവ്യൂസും ഉണ്ട്. സോ ടെക്നിക്കലി വേക്ക്ഫിറ്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ബട്ട് റിവ്യൂ, റേറ്റിംഗ് എന്ന് നോക്കുന്ന സമയത്ത്, മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് രണ്ട് ബ്രാൻഡുകളും അത്ര കുഴപ്പമുള്ളതൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് ക്രെഡിബിലിറ്റിയുടെ കാര്യം പറയുന്ന സമയത്ത് വേക്ക്ഫിറ്റ് ആണ് ഇതിനകത്തൊരു ഭയങ്കര ലീഡിങ് ആയിട്ട് നിൽക്കുന്നത്. കാരണം അറൗണ്ട് ഒരു 2.5 മില്യൺ പ്ലസ് ഹാപ്പി കസ്റ്റമേഴ്സ് വേക്ക്ഫിറ്റിനുണ്ട്. അതുപോലെ തന്നെ ലാക്സ് ഓഫ് വെരിഫൈഡ് റിവ്യൂസും നമ്മുടെ വേക്ക്ഫിറ്റിനുണ്ട്. ലൈക്ക് ഇപ്പം ഞാൻ പറഞ്ഞ റിവ്യൂസ്, ഈ സ്പെസിഫിക് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ലാറ്റക്സ് മാട്രസിന് മാത്രമാണ്. അപ്പോൾ അവരുടെ എല്ലാ പ്രോഡക്ട്സും വെച്ച് നോക്കുന്ന സമയത്ത് അവരുടെ മൊത്തത്തിലുള്ള ബ്രാൻഡ് റിവ്യൂസ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുണ്ട്. സോ വോളിയം വൈസ് ആൻഡ് ക്രെഡിബിലിറ്റി, നിങ്ങൾ വോളിയം ആൻഡ് എത്രത്തോളം റിവ്യൂസ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യെസ്, വേക്ക്ഫിറ്റ് ഈസ് മച്ച് ബെറ്റർ. നിങ്ങൾക്കിപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും എന്നാൽ നിങ്ങൾക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന, ഫ്ലഷി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു മാട്രസ് ആണ് ഇഷ്ടം, അതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഗോ വിത്ത് ഫ്ലോ. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഫ്ലോയിലേക്ക് പോകാം. ഫ്ലോ അങ്ങനത്തെ ഒരു പർപ്പസ് ആണ് നിങ്ങൾക്ക് മീറ്റ് ചെയ്ത് തരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ട്, ബെറ്റർ പോസ്റ്റർ, നാച്ചുറൽ ഭയങ്കരമായിട്ടുള്ള കൂളിംഗ്, ലോങ് ടേം വാല്യൂ, അതുപോലെ തന്നെ വാറണ്ടി, ട്രയൽ, ഇങ്ങനെയുള്ള എക്സ്ട്രാ ആഡ് ഓൺ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ
ഡെഫിനറ്റ്ലി ഗോ വിത്ത് വേക്ക്ഫിറ്റ്. കാരണം വേക്ക്ഫിറ്റ് വളരെ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതിന് നമ്മുടെ ബോഡിയുടെ എർഗണോമിക് സോൺസ് എല്ലാം കംഫർട്ട് ചെയ്ത് നമുക്ക് ഭയങ്കര നല്ല പോസ്റ്റേഴ്സ് തരിക എന്നുള്ളതാണ്. അപ്പോൾ ഫ്ലഷി ഒരിക്കലും ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഫ്ലഷി ആയിട്ട് ഭയങ്കര ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ബോഡി കംഫർട്ടാണ് നോക്കുന്നത് ആൻഡ് പോസ്റ്റർ സപ്പോർട്ട് ഭയങ്കര ഫ്രഷ് ആയിട്ട് എണീക്കുക, ഇതൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഗോ വിത്ത് വേക്ക്ഫിറ്റ്. കാരണം വേക്ക്ഫിറ്റിൻ്റെ എർഗോടെക് എക്കോലാറ്റെക്സ് ക്ലാസിക് മാട്രസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് വർക്കിംഗ് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ഇരുന്നിട്ടായാലും അല്ലാതെ ലേബർ വർക്കും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് കിട്ടുന്ന 8 hours ഓഫ് സ്ലീപ്പ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബിഗ് ബോസ് സാധനങ്ങളൊക്കെ കണ്ടിട്ട് 5 hours മേ ബി 6 hours, ആ 6 hours സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. ആ 6 hours നന്നായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വേക്ക്ഫിറ്റിന് അത് ബെറ്ററായിട്ട് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും. 6 മണിക്കൂർ ഉറങ്ങിയാൽ അത് ഇരുത്തിയതാണ്. 6 മണിക്കൂർ പ്യുവർ സ്ലീപ്പിൽ നമുക്ക് എണീക്കാൻ പറ്റും. പിന്നെ വേക്ക്ഫിറ്റ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരു D2C ബ്രാൻഡാണ്, ഡയറക്റ്റ് ടു കസ്റ്റമേഴ്സ് ബ്രാൻഡാണ്. സോ നമുക്ക് സർവീസ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾക്ക് കുറച്ച് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഫ്ലോ. അല്ല നിങ്ങൾക്ക് ഭയങ്കര നല്ല സപ്പോർട്ടാണ്, വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്, നിങ്ങൾക്ക് ഭയങ്കര ക്യൂറേറ്റഡ് ആയിട്ടുള്ള അടിപൊളി ഉറക്കമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ വിത്ത് വേക്ക്ഫിറ്റ്. ആൻഡ് വേക്ക്ഫിറ്റിന് ഇഷ്ടം പോലെ എക്സ്പീരിയൻസ് സെൻറ്റേഴ്സ് ഉണ്ട്, പോയി നോക്കുക. പിന്നെ നിങ്ങൾക്ക് കസ്റ്റമായിട്ടുള്ള ബെഡുകൾ നിങ്ങൾക്ക് അവർ ചെയ്തു തരും, കസ്റ്റമായിട്ടുള്ള മാട്രസ് അവർ ചെയ്തു തരും. സോ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. ഈ 2 ബ്രാൻഡിൻ്റെയും മാട്രസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേക്ക്ഫിറ്റിൻ്റെയും ഫ്ലോയുടെയും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കയറി നോക്കി കമ്പയർ ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല നിങ്ങൾക്ക് ഏതാണ് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നു എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക. ഇത് വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു കമ്പാരിസൺ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുക. കാരണം നമുക്ക് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്യൂറേറ്റ് ചെയ്ത് പ്രോപ്പർ റിവ്യൂ, ഒരൊറ്റ റിവ്യൂ, ഈ ഒരു വീഡിയോ കണ്ടു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ആവശ്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്തത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടിരുന്നതായിരിക്കും. ബൈ.